ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. നമ്മുടെയൊക്കെ റെഗുലർ ലൈഫിൽ വളരെയധികം നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് പാൽ. പക്ഷെ പാൽ ഉപയോഗിക്കുന്നതിൽ കൂടുതലും നമ്മൾ ആശ്രയിക്കുന്നത് പശുക്കളെയും എരുമകളെയാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഒരുപാട് ഗുണമുള്ളതാണ് ആടിന്റെ പാൽ, ആട്ടിൻപാൽ. ഇന്ന് നമ്മൾ ചീസ്, വെണ്ണ, ഐസ്ക്രീം അങ്ങനെയൊക്കെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണത്തിനാണ് കൂടുതലായി ആട്ടിൻപാൽ ഉപയോഗിക്കുന്നത്. ആട്ടിൻപാലിന്റെ ഗുണങ്ങളെക്കുറിച്ച് ആയുർവേദത്തിൽ തന്നെ ഒരുപാട് പരാമർശങ്ങളുണ്ട്. ആട്ടിൻപാലിലുള്ളത് വളരെ ചെറുതായിട്ടുള്ള കൊഴുപ്പിന്റെ ഘടകങ്ങളാണ്. മറ്റു പാൽ വസ്തുക്കളെക്കാൾ ദഹനം എളുപ്പത്തിലാക്കാൻ ആട്ടിൻപാൽ സഹായിക്കും. പ്രോട്ടീൻ, അയൺ, വൈറ്റമിൻ സി, ഡി ഇവയുടെ ഒക്കെ കാര്യത്തിലും ആട്ടിൻപാലിന് സ്ഥാനം ഒരുപടി മുന്നിലാണ്. ആട്ടിൻപാൽ ഉപയോഗിച്ചാൽ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. ആട്ടിൻപാലിൽ പശുവിൻ പാൽ ഉള്ളതിനേക്കാൾ 13% കുറവ് ലാക്ടോസ് ആണുള്ളത്. മനുഷ്യരിലുള്ളതിന് 41% കുറവാണ് ആട്ടിൻപാലിലുള്ള ലാക്ടോസിന്റെ അംശം. ദഹന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് പശുവിൻ പാലിനേക്കാൾ ഉപയോഗിക്കാൻ നല്ലത് ആട്ടിൻപാലാണ്. കട്ടിയുള്ള ഭക്ഷ്യവസ്തുക്കൾ പോലും ആട്ടിൻപാലിന്റെ അംശത്തിൽ പെട്ടെന്ന് ദഹിക്കും. ആട്ടിൻപാലിലെ ഫാറ്റി ആസിഡുകളുടെ സാന്നിധ്യത്തിന്റെ ഫലമായി ശരീരകോശങ്ങളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് തടയാൻ സാധിക്കുമെന്നതാണ് വിദഗ്ധ അഭിപ്രായം. ആട്ടിൻപാൽ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ കൂടുതലും മികച്ചതായിരിക്കും. നിർമ്മാണത്തിന്റെ സമയത്ത് തന്നെ മഞ്ഞ ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ എ ആയി മാറുന്നതിനാൽ നമുക്ക് ആട്ടിൻപാലിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണങ്ങൾക്ക് നല്ല വെള്ള നിറം ലഭിക്കുന്നു. കുട്ടികൾക്കും വളരെ ഉത്തമമാണ്. പശുവിൻ പാലിനേക്കാൾ ഏറെ ഗുണമുള്ളതാണ് ആട്ടിൻപാൽ. രുചിയുടെ കാര്യത്തിലും പശുവിൻ പാലുമായി വലിയ വ്യത്യാസമൊന്നുമില്ല. കുട്ടികൾക്ക് പതിവായി ആട്ടിൻപാൽ നൽകുന്നത് കുറച്ച് ശരീരവും ബുദ്ധിയും ഒക്കെ ഉണ്ടാകുവാനായി ഉപകരിക്കും.